ഹലോ ഗായ്സ്, ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ബീഫ് അതിച്ച് ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു കുക്കർ വെച്ച് കുക്കറിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി 2 സബോള ഞാൻ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തു. സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. 2 സബോള എടുക്കാൻ കാരണം ഞാൻ കുറച്ച് ചാറായിട്ടാണ് വയ്ക്കുന്നത്. തേങ്ങാച്ചോറ് വെക്കാമെന്ന് ഓർത്താൽ. അപ്പോൾ കുറച്ചായി തേങ്ങാച്ചോറ് വെച്ചിട്ട്. അപ്പോൾ മഴയൊക്കെ അല്ലേ, എനിക്ക് ഈ മഴയത്ത് എന്തോ ആവോ ഭയങ്കര വിശപ്പും വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നിങ്ങൾക്കെല്ലാം അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടോ? അപ്പോൾ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കുരുമുളക് ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഇറച്ചിക്ക് നല്ലൊരു നിറം കിട്ടാനാണ്. അപ്പോൾ അടുപ്പിൽ പ്രത്യേകം ചോറ് വെക്കണമെന്ന് ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി ചോറിനുള്ള എല്ലാം സെറ്റാക്കി കേട്ടോ. പുറത്ത് അടുപ്പ് കൂട്ടി പാവത്തിന് ഞാൻ കഷ്ടപ്പെടുത്തി തീയൊക്കെ ഉണ്ടാക്കി. മഴയായതുകൊണ്ട് വിറകൊക്കെ നനഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. എന്നാലും ഉമ്മച്ചി അടുപ്പത്തെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഊറ്റി താളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിക്കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്തിച്ച് രാവിലെ പോയിട്ട് വന്നപ്പോൾ പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ പൊറോട്ടയാണ് കഴിച്ചേ. അത് കഴിഞ്ഞ് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു. പൊറോട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വലിയ വിശപ്പൊക്കെ മാറി കേട്ടോ. പിന്നെ അപ്പോൾ ചോറൊന്നും കഴിക്കാൻ നിന്നില്ല. എന്നിട്ട് പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡും കഴിച്ചു. അപ്പോൾ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.